അമേരിക്കയുടെ അവകാശവാദങ്ങൾ പൊളിയുന്നു. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം പശ്ചിമേഷ്യയെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെയും ഫലമായി അമേരിക്കയും ഇറാനും ഒരു 14 ദിവസത്തെ വെടിനിർത്തൽ സമ്മതിച്ചിരുന്നു. പാകിസ്ഥാന്റെയും തുർക്കിയുടെയും മധ്യസ്ഥ ശ്രമങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത് അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കനത്ത പ്രഹരം താങ്ങാനാവാതെ ഇറാൻ വെടിനിർത്തലിന് വേണ്ടി കരഞ്ഞ് കാലു പിടിക്കുകയായിരുന്നു എന്നാണ്. അമേരിക്ക ഇസ്രായേൽ ചേരികൾ ആ പ്രഖ്യാപനത്തെ വലിയ ഹർഷാരവത്തോടെയാണ് സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന അമേരിക്ക ഇറാൻ മാരത്തോൺ ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ ലോകം മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ വാദങ്ങൾ പൊള്ളയായിരുന്നെന്നും ഇറാൻ അവരുടെ ഉറച്ച നിലപാടിൽ ആദ്യ അവസാനം വരെ മാറ്റമില്ലാതെ നിലനിൽക്കുകയായിരുന്നു എന്നുമാണ്. അമേരിക്ക പറഞ്ഞതുപോലെ ഇറാൻ ഒരു വെടിനിർത്തലിനായി യാചിച്ചിരുന്നുവെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ സാഹചര്യം അവർ വിനിയോഗിച്ചാണ്. പക്ഷെ അതുണ്ടായില്ല. അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഒരു കരാറിലെത്താതെ ഞങ്ങൾ തിരിച്ചു പോകുന്നുവെന്നാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേന മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറുമായി ആതിഥേയത്വം വഹിച്ച ആ ചർച്ചയാണ് ഒരു തീരുമാനത്തിലുമെത്താതെ അലസിപ്പിരിഞ്ഞത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് അമേരിക്കൻ സംഘത്തെ നയിച്ചത്. പ്രസിഡന്റ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അതേസമയം ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇറാനിയൻ സംഘം എത്തിയത്. ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകളാണ് ഇന്നലെ നടന്നത്. ആദ്യഘട്ടത്തിൽ ഷഹബാസ് ഷെരീഫ് ഇരു വിഭാഗവുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള മൂന്നാം കക്ഷികൾ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന രീതിക്ക് വിപരീതമായി ചില ഘട്ടങ്ങളിൽ ഇരു വിഭാഗങ്ങളും നേരിട്ട് ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകൾക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ JD വാൻസ് പറഞ്ഞത് ചർച്ചകൾ ഗൗരവമായിരുന്നു എങ്കിലും ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എന്നാണ്. ഇറാനും അമേരിക്കയും പറയുന്നത് പല പ്രധാന വിഷയങ്ങളിലും ഐക്യപ്പെടാൻ കഴിഞ്ഞുവെങ്കിലും ചില പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്താനായില്ല. അത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇരുവിഭാഗം തയ്യാറായില്ല എന്നതാണ് സത്യം. അതിൽ പ്രധാനമായും അമേരിക്ക പറയുന്ന ഒരു വിഷയം ആണവായുധ നിർമ്മാണമാണ്. അമേരിക്ക പറയുന്നത് തങ്ങൾ ഇനി ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ ഇറാന് കഴിഞ്ഞില്ല, ഇറാൻ തയ്യാറായില്ല എന്നാണ്. ഒരിക്കൽ ആണവായുധം നിർമ്മിച്ച രാജ്യം ഇനി അത് സ്വന്തമാക്കില്ലെന്ന് എങ്ങനെ പറയാനാകും? ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്ന് പറയാനോ സമ്പുഷ്ട യുറേനിയം തിരിച്ചു നൽകാനോ കഴിയില്ല. കാരണം അതെല്ലാം ആണവായുധങ്ങളായി പോയി എന്നതാണ്. എല്ലാ അടികളും വിൽക്കുമ്പോഴും ഇറാൻ കുലുങ്ങാതെ നിൽക്കുന്നതും ഈ ആണവായുധങ്ങളുടെ പിൻബലത്തിലാണ്. രണ്ടാമത്തെ വിഷയം ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്ന കാര്യത്തിലാണ്. ഇതിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. JD വാൻസ് പറഞ്ഞത് ഇത് അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാനാണ് മോശം വാർത്ത എന്നാണ്. അമേരിക്ക തങ്ങളുടെ അവസാനത്തെയും മികച്ചതുമായ ഓഫറാണ് നൽകിയതെന്നും അത് സ്വീകരിക്കാത്ത പക്ഷം ഇനി എന്ത് വേണമെന്ന് ഇറാനാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ ഇറാന്റെ നിലപാട് അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും നിയമവിരുദ്ധവുമാണ് എന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇറാൻ പറയുന്നത് നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നും സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുമാണ്. ഈ വാർത്തകളോട് പ്രതികരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചർച്ച വിജയിച്ചോ ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നാണ്. അമേരിക്ക നിലവിൽ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു എന്നും ഹോർമുസ് കടലിടുക്കിൽ സൈനിക നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചർച്ചകൾ വിജയിപ്പിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേന മേധാവിയും വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നതാണ് സത്യം. JD വാൻസിന്റെ മടക്കം മേഖലയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്നതിന് കാരണമായിരിക്കുന്നു. ഏതു നിമിഷവും ഇറാനിലും പശ്ചിമേഷ്യയിലാകമാനവും മിസൈൽ മഴകൾ പെയ്തു തുടങ്ങാം. അതിനുവേണ്ടി ചൈനയിൽ നിന്നും അതിനൂതനമായ ആയുധങ്ങളുമായി ഇറാൻ തീരത്തേക്ക് ചൈനയുടെ ഒരു കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് CNN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ പ്രകാരം ചൈന ഇറാന് അത്യാധുനികമായ ആയുധങ്ങൾ കൈമാറുന്നതെന്നാണ്. തോളിൽ വെച്ച് തുടുക്കാവുന്ന മാൻപാഡ്സ് അഥവാ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഇതിൽ പ്രധാനമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. താഴ്ന്നു പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വലിയ ഭീഷണിയാകാൻ ഇത്തരം മിസൈലുകൾക്ക് കഴിയുമത്രേ. ഈ ആയുധങ്ങൾ നേരിട്ടെത്തിക്കുന്നതിന് പകരം മൂന്നാമതൊരു രാജ്യം വഴി എത്തിച്ച് ഉറവിടം മറച്ചു വെക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് സൂചന നൽകുന്നത്.
അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ദുർബലമായ ഒരു വെടിനിർത്തൽ കാലയളവ് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഈ ഇടവേളയിൽ ചൈന ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ മണ്ണിൽ മൂടപ്പെട്ട ഇറാന്റെ മിസൈൽ സെറ്റുകളിൽ നിന്നും മിസൈൽ വീണ്ടെടുക്കാനും അത് പുതിയ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും ഈ ഇടവേള ഇറാനെ സഹായിച്ചു എന്നതാണ് ഇറാന് ഈ ദുർബല വെടിനിർത്തൽ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ലാഭം. എന്തൊക്കെയായാലും പശ്ചിമേഷ്യ സമാധാനമില്ലാതെ പോകുന്നത് ലോകത്തിന്റെ ശാശ്വത സമാധാനത്തിനും ഭദ്രതയ്ക്കും ഭീഷണിയാണ് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം.